കൊടുക്കരുത് സാറേ. ഇത് ഞാൻ എന്റെ മോളാണ്, ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ട് വാർത്തയിലാക്കിയാണ്. സാർ ഇത് ചെയ്തു കൊടുക്കരുത്. ഈ റൈസ് ഓഫീസിൽ മനസ്സിലാവും. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അല്ല സാറേ, ഇതിപ്പോ എന്തായാലും ചെയ്യും. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ്. സാറ് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ്. ശരി, 18, 19 വയസ്സാവണമുള്ള ഡിഗ്രി കഴിഞ്ഞിട്ടില്ല. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അറബി നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. മോളെ പൊന്നുമോളെ പോവല്ലേ മോനെ, ഞാൻ അതിന്റെ കാല് പിടിക്കുക. ഈ കൊണ്ടോലിട്ട് ഞങ്ങൾ കുട്ടിയാണ്, ഞങ്ങൾക്ക് ആകെ ഒരു മോളുള്ളൂ. മോളാണ് മോനെ, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിനക്കില്ല മോനെ കേൾക്കന്മാരൊക്കെ പറഞ്ഞില്ലേ പ്ലീസ്. വാ മോളെ, ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല മോളെ. കല്യാണം നടന്നിട്ടില്ല. ഇല്ല, അപ്പൊ കേട്ടോ. അല്ല സാറേ, പ്ലീസ് സാറേ, എന്തേലും ചെയ്തു തരണം സാറേ. നിങ്ങൾ സമാധാനത്തിൽ സംസാരിക്കൂ. 18 വയസ്സായിട്ട് 5-6 ദിവസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് വിളിച്ചത് പറഞ്ഞ് മനസ്സിലാക്കി സാറേ. വീട്ടിൽ വന്നിട്ട് പെണ്ണാലോചിച്ചാണ്. അപ്പൊ ഒരു കെട്ടിച്ചില്ല. കല്യാണത്തിന് സമയമായിട്ടില്ലല്ലോ. അത് പഠിക്കട്ടെ, പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലിയോ. ഇതാരോ ആയിക്കോട്ടെ, ഇത് ആളൊരു ലൈക്ക് പുള്ളി പറയുന്ന കാര്യങ്ങൾ നോക്കട്ടെ. അതൊരു പാരന്റ് അവരത്രയും കഷ്ടപ്പെട്ട ആ മോൾ അത്രയും നോക്കി അങ്ങനെ കിട്ടിയതാണ്. പറയണ്ട, ഈ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ത് പ്രശ്നമോ. 10, 18 വയസ്സ് 17 വയസ്സാകുമ്പോഴത്തേനും കല്യാണം കഴിക്കുക. എന്തെങ്കിലും ചിന്ത ഉണ്ടായിട്ടാണോ? എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് തന്ത വൈബാണ്. ഓരോന്ന് കണ്ടിട്ട് ഒന്നുമല്ല, ഓരോ ഇൻസ്റ്റയിലുള്ള ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഈ എന്താ പറയുക, അവരൊക്കെ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടാണെന്ന് ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഇവർക്ക് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലൂപ്പ്. ആ ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ആരും റെസ്പെക്ട് ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട. ഇതൊക്കെ ഞാൻ കാണിച്ചത്, ഇതൊക്കെ കണ്ടിട്ടാണ്. എപ്പോഴായിരിക്കും നിങ്ങളുടെ മാരേജ് ഉണ്ടാവുക? മാരേജ് ഇപ്പൊ എന്തായാലും ഇല്ല. കാരണം എനിക്കിപ്പം 19 ആവാനായിട്ടുള്ളൂ, എനിക്ക് 20 ആവാനായിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വീട്ടിലൊക്കെ വീട്ടുകാരവരിതുപോലെ ഫിനാൻഷ്യലി രണ്ടുപേരും ഇനിയും ഇൻഡിപെൻഡന്റ് ആവാണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ആവാണ്ട്, ഒരു വീടാവണം, കുറെ ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ സാധിച്ചു കഴിഞ്ഞിട്ട് രണ്ടാം ഫാമിലി പഠിക്കുന്നത് ഇപ്പൊ ട്രെൻഡ് ചെയ്താണല്ലോ. ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം തന്നെ വരുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഓൺലൈൻ മീഡിയൻ്റെ മെയിൻ പ്രശ്നം ഇതാണ്. ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഓരെ പിടിച്ച് പൊങ്കാലിടും, പിന്നെ അതേപോലെ ഓരെ പൊക്കിപ്പറയും, പിന്നെ താത്തിപ്പറയും. എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും മനസ്സിലാവില്ല. ആ പാരൻസിൻ്റെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. എങ്ങോട്ടാണ് പോക്ക് ഒന്ന് എവിടെ എത്തോ എന്തോ ആവോ. ലാസ്റ്റൊക്കെ കൂടി ഇടിഞ്ഞ് പൊള്ളി വെക്കേണ്ടി വരും.